നമസ്കാരം. ജ്യോതിഷ ദർശനം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് നമ്മുടെ ഈ പ്രോഗ്രാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള സന്ദേശങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ നിന്ന് രേഖ എഴുതുന്നു, താങ്കളുടെ പ്രോഗ്രാമുകൾ മുടങ്ങാതെ കാണാറുണ്ട്. വളരെ പ്രയോജനകരമായ പ്രോഗ്രാമാണ് ഇത്. മകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. കലാപരമായും ഒക്കെ നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും ഒരു താല്പര്യവുമില്ല. എപ്പോഴും ദേഷ്യം, അലസത, ആൺ സൗഹൃദങ്ങളും കൂടുന്നു. കുട്ടിയുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയമാണ്. വളരെ മാതാപിതാക്കൾക്ക് പെൺകുട്ടികളിലുള്ള, പെൺകുട്ടികളിൽ നിന്നല്ല ആൺകുട്ടികളിലുണ്ട്, പക്ഷേ പെൺകുട്ടികൾക്കാണ് അതിൻ്റെതായ ഒരു ശകലം തെറ്റിപ്പോയെങ്കിൽ പോയി. അതെ, മനസ്സ് തിരിഞ്ഞു പോയാൽ അതെ പോയി. അതിന് കാരണങ്ങൾ എന്താ, ദശാകാലം എന്നൊക്കെ നമുക്ക് നോക്കാം. അതെ, ഒന്നാമത്തെ വളരെ പ്രസിദ്ധമായ നാളാണ് മൂലം നാള്. പെൺമൂലം, പെരുവഴിയിൽ, പാതി വഴിയിൽ എന്നൊക്കെ പറയും. അത്ര കണ്ട് വിശ്വസിക്കണ്ട. എന്നിരുന്നാലും സാധ്യതകളാണ് ഈ പറയുന്നത്. വെള്ളം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ കേതുദശ 5 വയസ്സ് വരെയും ശുക്രദശ 20 കൊല്ലം ഉൾപ്പെടെ 25 വയസ്സ് വരെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമയമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. പെൺകുട്ടികളെ സംബന്ധിച്ച് 25 വയസ്സിനകം. അത് പ്രത്യേകിച്ച് 15 മുതൽ 25 വരെ ഉയരാനാണെങ്കിൽ അങ്ങേയറ്റം ഉയരാം, നശിക്കാനാണെങ്കിൽ ഒരു സെക്കൻഡ് നേരം മതി. അപ്പോൾ അതിലിപ്പോൾ ശുക്രൻ നിൽക്കുന്നത് 9 ഡിഗ്രി സൂര്യഗ്രഹവുമായി അന്തരത്തിലാണ്. എന്താണ് 9 ഡിഗ്രി? 9 ഡിഗ്രിയിൽ ശുക്രഗ്രഹം സൂര്യഗ്രഹവുമായി നിന്നാൽ സൂര്യഗ്രഹത്തിൻ്റെ ശക്തി പ്രഭാവത്താൽ ശുക്രൻ എന്ന ഗ്രഹം ഈ 9 ഡിഗ്രി വരുമ്പോൾ അത് വീക്കായി പോകുന്നു, ദുർബലമായി പോകുന്നു, മൗഢ്യമായി പോകുന്നു. ആ മൗഢ്യമായ ശുക്രദശ അനുഭവിക്കുന്ന ആ വ്യക്തി, അതാണായാലും പെണ്ണായാലും വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാർത്ഥിനിയായിരുന്നാലും ഉദ്യോഗസ്ഥനായിരുന്നാലും ഉദ്യോഗസ്ഥയായിരുന്നാലും കുടുംബസ്ഥനായിരുന്നാലും ബിസിനസ്സുകാരനാണെങ്കിലും ഏതായിരുന്നാലും ആ മൗഢ്യം വന്ന സ്ഥിതിക്ക് വിദ്യാർത്ഥിനിയാകുമ്പം, ഇപ്പം വിദ്യാർത്ഥിനിയാണല്ലോ, അതിനെ സംബന്ധിച്ച് പറയാം. ത്രൂ ദ പ്രോപ്പർട്ടൽ റെഗുലർ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് മനസ്സ് വ്യാപരിക്കും. പിന്നെ കലാരംഗവുമുണ്ട്. നൃത്തമോ ഡാൻസോ പാട്ടോ ഒക്കെ ആയിരിക്കാം, എന്തെങ്കിലും അഭിനയമൊക്കെ ആയിരിക്കാം. അതിലും മങ്ങൽ വരും, പഠിത്തത്തിലും മങ്ങൽ വരും. മങ്ങൽ വന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കത്തക്ക രീതിയിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാവും. ഒന്നുമല്ലെങ്കിൽ അസുഖം വരിക, ഒന്നും ചെയ്യാനൊക്കത്തില്ല. മനുഷ്യനും ആരാണ്, അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കണം. മേജറായ അസുഖങ്ങൾ വന്നാൽ ആ ചികിത്സ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിടികിട്ടാത്ത അസുഖം, പിടികിട്ടിയ അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടം, അതും മനുഷ്യൻ കരുതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. പിന്നെ കുടുംബജനങ്ങളിലെ സാമ്പത്തിക ക്ഷീണം, പഠിപ്പിക്കാൻ കാശില്ല, ഉയർത്താൻ കാശില്ല, പണം ഒരത്യാവശ്യ ഘടകമാണ്. അതുപോലെ തന്നെ കുടുംബജനങ്ങളിലെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ആപത്തോ അനർത്ഥതയോ ജയിൽവാസമോ അപഖ്യാതിയോ മറ്റെന്തെങ്കിലും വന്നിട്ട് കോളേജിൽ പോകാൻ നിവൃത്തിയില്ല, പഠിക്കാൻ നിവൃത്തിയില്ല, ഓരോരുത്തരുടെ ചോദ്യശകാരങ്ങൾ, കുറ്റപ്പെടുത്തിയുള്ള ഇത് കളിയാക്കലുകൾ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമബന്ധങ്ങൾ, കുട്ടിയുടെ സൗന്ദര്യമോ കലയൊക്കെ കണ്ടിട്ട് പതുക്കെ അടുത്തു കൂടുക. ഈ അടുത്തു കൂടുന്നവർ മുഖസ്തുതി ഒക്കെ ഉള്ളവരായിരിക്കും, വലിയ അങ്ങേയറ്റമൊക്കെ പുകഴ്ത്തിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആ പുകഴ്ത്തലിലൊക്കെ ചിലപ്പോൾ വീണ് പോയിരുന്നത് പ്രായം, അതാണ്, പക്വത ആയിട്ടില്ല. കഴിവുണ്ട്, പക്വതയായിട്ടില്ല. അപ്പോൾ അങ്ങനെ മനസ്സിൽ വരുന്ന പ്രണയബന്ധങ്ങൾ കൊണ്ട് പഠിത്തത്തെ ഡൈവേർട്ട് ചെയ്യാം. പിന്നെ ഇതെല്ലാം ഏറെക്കുറെയൊക്കെ സമ്മേളിക്കാവുന്ന സാഹചര്യങ്ങൾ ഒന്നുണ്ട്. കാരണം എന്താണ്? ദശാകാലം മൗഢ്യമായതുകൊണ്ടാണ്. ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ ചോദ്യത്തിന് മറുപടിയോ മാതാപിതാക്കളോടോ ഗുരുജനങ്ങളോടോ നല്ലത് ഉപദേശിക്കുന്നവരോടോ
ഒരു ധിക്കാര ചൊവ ബോഡി ലാംഗ്വേജിലും സംഭാഷണത്തിലും മുഖകാന്തിയിലും ഉണ്ടാവും. അയ്യോ, ഈ കുഞ്ഞ് എത്ര മിടുക്കിയായിരുന്നു, എന്ത് തലമുടിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുഖത്ത് എന്തൊരു ചൈതന്യമായിരുന്നു, ഇതിൻ്റെ മുഖത്ത് ഇപ്പോൾ എന്തോ പിശാത്താൻ കയറിയോ, മുടിയെല്ലാം പൊഴിഞ്ഞ്, ഘോരമായിരുന്നു ഓട്ടവും അവളുടെ ബോഡി, അവളുടെ ഒരു നടപ്പും, ചോദിച്ച എടുത്തിട്ട പോലെ ഒരു മറുപടി എന്നൊക്കെ പറയുന്ന ചില രംഗങ്ങളുണ്ട്. ഇതൊന്നും ദശാകാലങ്ങളുടെ കുഴപ്പമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ കുട്ടികൾ ഇത് കേട്ടോണ്ടായിരിക്കും, അല്ലെ മാതാപിതാക്കൾ, ഇതിനെ ഗുണദോഷിക്കാൻ പറ്റുന്ന ഒരു കടിഞ്ഞാൺ ഇടുന്ന ഒരു പ്രായഘട്ടമല്ല, കടിഞ്ഞാണെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഈ സമയങ്ങളിൽ പഠിക്കുന്നത് ബൈഹാർട്ട് ആവില്ല, കോൺസെൻട്രേഷൻ കുറയും, മെമ്മറി കുറയും, മെഡിറ്റേഷൻ കുറയും, പഠിത്ത കാര്യങ്ങൾ അനീസ്നെസ് ആവും, വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ആൻസൈറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ പഠിച്ച് A+ വാങ്ങിക്കൊണ്ടിരുന്നിടത്ത് ഏതെങ്കിലും ഒരു പ്രതിഭ അതിനേക്കാൾ മാർക്ക് മേടിച്ച് കഴിയുമ്പം മനസ്സ് ഡൗണായി. ഈ 2-3 വർഷം ഞാനായിരുന്നല്ലോ കലാതിലകമായിട്ടിരുന്നു. ഇപ്പോൾ അതാണ്ട് വേറൊരാൾ കയറി വന്നു, എൻ്റെ വാലെ കെട്ടാൻ ആളെ യോഗ്യതയില്ല, പെട്ടെന്ന് മനസ്സ് ഡൗണായി. എന്നാൽ ഇതെന്താ കാര്യം, കള്ളക്കളികളി, ഇതൊക്കെ ഒത്തിരി കൃത്രിമങ്ങളുണ്ട്. നമ്മുടെ കാലമാണ്, നമ്മൾ ഇരട്ടിക്കരട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണയാണെങ്കിലും നമുക്ക് കലാതിലകമൊക്കെ മേടിച്ചെടുക്കാം, അല്ലെങ്കിൽ A+ വാങ്ങിച്ചെടുക്കാം എന്നുള്ള ഒരു പാറ പോലെ ഉറച്ചൊരു മനസ്സ് വരുന്നില്ല. അത് കേട്ട് മാതാപിതാക്കളും അങ്ങ് ഇളകി, ടയർഡായി. ഇവരെ കുടുംബവിഷയം നേരെ നിർത്തേണ്ട മാതാപിതാക്കൾക്കും ഊണില്ല, ഉറക്കമില്ല, കാര്യങ്ങളാണ്, അവർക്ക് ക്ഷീണമാണ്, ആഹാരം കഴിക്കുന്നില്ല, കൊതി കിട്ടിയതാണോ, ഭൂതപ്രേതങ്ങളുടെ ഉപദ്രവമാണോ, കൊണ്ടിക്കൂടോത്രാദിയാണോ, ഒരുത്തനെ എപ്പോഴും വിളിക്കുന്നുണ്ട്, ഇനി ആ പിശാചിൻ്റെ ഉപദ്രവം അവരാണോ, ഇതായാലും നമുക്ക് അടുത്തൊരു ജ്യോതിഷനെ ഒന്ന് കണ്ടു കളയാം. അപ്പോൾ ജ്യോതിഷൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണല്ലോ പിന്നെയുള്ളത്. ഇതാണ് ഉള്ള പ്രശ്നങ്ങൾ പോകും. ഇത് മൗഢ്യമാണ് സംഭവം. ഈ മൗഢ്യം മാറ്റി കഴിവതും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രയോജനം കുട്ടിയുടെ ജീവിതത്തിലുണ്ടാവും. മൗഢ്യം മാറ്റണമെന്നുണ്ടെങ്കിൽ ശുക്രൻ എന്ന ഗ്രഹത്തിനെ ദേവീക്ഷേത്രത്തിൽ പേരും നക്ഷത്രവും ചേർത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുഷ്പാർച്ചനകൾ, എണ്ണവിളക്ക്, നിവേദ്യാദികൾ, ധൂപദീപാദികൾ, പിന്നെ കഴിവതും ബോധവതിയാക്കുക, കുറേ കൂടെ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുക, മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കാൻ ട്യൂഷൻ കാര്യങ്ങൾ വെക്കുക, ഏതെങ്കിലും പ്രേമബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഇതൊന്നും ഇപ്പോൾ ശരിയാകുകയില്ല, മുന്നോട്ട് ഭാവിയിൽ നിനക്ക് വലിയ ദുരന്തം ഇതുകൊണ്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ബോധം തെളിയിക്കുക. അത് പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുക, നല്ല നേർവഴി വരാനായി. അതുപോലെ കലാകായിക രംഗങ്ങളും കൂടുതൽ അഭ്യസിക്കുക, പഠന രംഗങ്ങളും കൂടുതൽ ഇരട്ടിക്കിരട്ടി അധ്വാനിക്കുക, ബ്രാഹ്മമുഹൂർത്തത്തിങ്കൽ എഴുന്നേറ്റ് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ശുക്രനെ പ്രകീർത്തിക്കുന്നതായ മാളവ്യം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് ഡയമണ്ട് ഒരു 50 സെൻറ്റെങ്കിലും, 50 സെൻറ്റൊന്നും കാണാൻ പോലും ഇല്ല, 100 സെൻറ്റൊക്കെ വാങ്ങി ധരിക്കുകയാണെങ്കിൽ, കാരണം ഇതിന് വില കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ, സ്വർണം പോലെ തന്നെ, ഒരിക്കലും നഷ്ടം വരുന്നില്ല. ബാക്കി രത്നങ്ങൾ അതല്ല. ഈ ഡയമണ്ടും ഒരു 100 സെൻറ്റ് ശരീരത്തിൽ ധരിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹിമഗന്ധുമണാളാഭം ദൈത്യാനം പരമങ്കുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമഹം എന്ന ശുക്രനെ പ്രകീർത്തിക്കുന്ന ആ ശുക്രസ്തോത്രങ്ങൾ, അതല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ദർശനം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക. അതൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, മാതാപിതാക്കൾ എടുക്കുക, അല്ലെ അമ്മ എടുക്കുക. അമ്മമാർക്കാണല്ലോ കൂടുതൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി. പ്രേമബന്ധങ്ങളുണ്ട്, നിർബന്ധമായിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇപ്പോഴത്തെ സമയം പഠിക്കാനുള്ളതാണ്, പെൺമൂലമാണ്. ശകലം ചൂട് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം ആയുഷ്കാലം പേരുദോഷമാവും. മൊബൈലിൽ നിന്നും ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കരുത്. നോ വാട്സാപ്പ് ആൻഡ് ഫോട്ടോ ഇത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞേ നിൽക്കണം. കഴിവതും ഒഴിയുക, എന്നാൽ സഹകരിക്കാവുന്ന മേഖലയിലൊക്കെ സഹകരിക്കുക. പഠിത്തം, കല, ഇത് രണ്ടും നല്ലവണ്ണം ബൂസ്റ്റ് ചെയ്യുക. ഒരല്പം ബ്രഹ്മീകൃതം ഒരു 90 ദിവസത്തേക്ക് കഴിക്കത്തക്ക നിലയിൽ ഏതെങ്കിലും ആയുർവേദ വൈദ്യശാലകളിൽ നിന്ന് വാങ്ങി അല്ലെ ഉണ്ടാക്കിയെടുത്ത് സരസ്വതി മന്ത്രമോ അല്ലെങ്കിൽ ശുക്രൻ്റെ മന്ത്രമോ ജപിച്ച് സിദ്ധിയാക്കി ഓരോ ടീസ്പൂൺ വീതം കഴിക്കുക. ഇങ്ങനെ വരുമ്പം പഴയ മുഖകാന്തി വരും, ബോഡി ലാംഗ്വേജുകളൊക്കെ കുറയും, പഠിക്കുന്നത് ബൈഹാർട്ടാവും, കോൺസെൻട്രേഷനും മെമ്മറിയും മെഡിറ്റേഷനും ഉണ്ടാവും, അനവധി അനാവശ്യമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഒഴിവാകും, കലയിലും തെളിയും. അങ്ങനെ ഈ ശുക്രൻ തീരുന്നിടം വരെ
25 വയസ്സ് വരെ ചെയ്താൽ പ്രസിദ്ധിയാവും, കലയിലും പഠനത്തിലും മിടുക്കിയാവും, നല്ല ബന്ധങ്ങൾ വന്നു ചേരും, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മാറി ഗുരുനാഥന്മാരോടും മാതാപിതാക്കളോടും കഴിവതും സ്നേഹാനുസരണമായി സംസാരിക്കുക. സംസാരിച്ചില്ലേലും വേണ്ടുകയില്ല, മുഖത്ത് എപ്പോഴും ഒരു സ്മൈൽ, ഒരു കളങ്കരഹിതമായ, അവരാരും കുറ്റക്കാരൊന്നുമല്ല, ഒന്നിനും ഒരു കുറ്റമില്ല, അവർക്കൊക്കെ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്രകാരം നല്ലോണം പഠിച്ച് കേമിയായി കരയ്ക്കും വീടിനും പേരും പെരുമയൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജ്യോതിഷ ദർശനത്തിലേക്ക് വീണ്ടും കത്തെഴുതുക. അതുവരെ നന്ദി, നമസ്കാരം.